കണക്കു ചോദിക്കാതെ കാലം ഒരിക്കലും കടന്നു പോകില്ല എന്ന് ഈ വാക്കുകൾ നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി.ഡി. സതീശൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോട് നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അത് ചോദിക്കാൻ അല്ലെങ്കിൽ പറയാനുണ്ടായ കാരണം ഈ ഉമ്മൻചാണ്ടി സോളാർ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് വിധേയമാകുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്താണ് സംസാരിച്ചത്. ഇപ്പോൾ ഇത് പറയാൻ കാരണം, ഇപ്പോൾ ഈ ഇ.ഡി. അന്വേഷണം, അതായത് മകൾ വീണ വിജയന് നേരെ ഉണ്ടായത് ഇ.ഡി. അന്വേഷണം ഇപ്പോൾ എനിക്ക് നേരെ എത്തിയിരിക്കുന്നു എന്ന് വരെ പറയേണ്ട അവസ്ഥയിലാണ് പിണറായി വിജയൻ ഉള്ളത്. അപ്പോൾ ആ മാധ്യമങ്ങളോട് എനിക്കിത് ചോദിച്ചാണ്, എനിക്ക് നേരെ തിരിക്കാനല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതായത് എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു സംഭവത്തിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ ഒരിതാണ് നേരത്തെ, അതായത് അന്ന് ഉമ്മൻചാണ്ടിയെക്കെതിരെ അന്വേഷണം നടത്തി ആ കേസ് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടാണ് വിധിയൊക്കെ വന്നത്. ഇപ്പോൾ പിണറായി വിജയന് നേരെ ഇ.ഡി. അന്വേഷണം വരുന്നു, ചിലപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് വരെ കടക്കാം. അപ്പോൾ കാലം ഒരിക്കലും കണക്ക് ചോദിക്കാതെ കടന്നു പോയില്ല എന്നുള്ള ഒരു അവസ്ഥ തന്നെയല്ലേ? അല്ല, കാലം എല്ലാത്തിനും കണക്ക് വെക്കും. നമ്മൾ തന്നെ പറയല്ലോ, കാലം ചോദിക്കട്ടെ അല്ലെങ്കിൽ കാലം തെളിയിക്കട്ടെ സത്യം എന്താണെന്ന്. അത് തന്നെയാണ് സോളാർ വിഷയത്തിൽ അല്ലെങ്കിൽ സോളാർ വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനെയും വേട്ടയാടാവുന്നതിന്റെ ഏറ്റവും അല്ലെങ്കിൽ പരമാവധി വേട്ടയാടിയിട്ടുണ്ട് LDF. പക്ഷെ അന്നൊന്നും ഉമ്മൻചാണ്ടി അതിന് യാതൊരു ഇതും ഉമ്മൻചാണ്ടി അങ്ങനെ വലിയ പ്രതികരണങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുക. ഇപ്പോ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എന്താണ്? ഇതൊക്കെ നിങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. കർത്ത തന്നെ പറയുന്നുണ്ട്, ചെയ്ത സേവനത്തിനായിരുന്നില്ല പണം നൽകിയത്, വ്യക്തിബന്ധത്തിന്റെ പേരിലാണ്. അപ്പൊ കേരളം ആദ്യം മുതലേ പറയുന്നുണ്ട്, വീണ ചെയ്ത സേവനത്തിനാണ് വീണയ്ക്ക് പണം നൽകിയതെങ്കിൽ അത് കേരളത്തിനെ ബാധിക്കുന്ന വിഷയമല്ല. മറിച്ച് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലാണെങ്കിൽ അതും കേരളത്തെ ബാധിക്കില്ല. പക്ഷേ വീണയുടെ അച്ഛൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നതിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അതിന്റെ ആനുകൂല്യമാണ് കർത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് കർത്ത പണം നൽകിയതെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പണം വാങ്ങിയത് അല്ലെങ്കിൽ പണം നൽകിയതെങ്കിൽ അത് കേരളം സംസാരിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അറിയേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ വീണ വിജയനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീണയുമായി ബന്ധപ്പെട്ട് വീണ പണം വാങ്ങിയോ ഇല്ലയോ, സേവനം ചെയ്തോ എന്നുള്ളത് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, അതെടുത്ത് പറയേണ്ട ഒരു മുഖ്യമന്ത്രിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് മാനദണ്ഡമാക്കിയതെങ്കിൽ അതിന് മറുപടി പറയണം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ്, ഇത് എന്നിലേക്ക് തിരിച്ചുവിടാൻ. ഇപ്പൊ പിണറായി വിജയന് തന്നെ അറിയാം ഇ.ഡി. ഏകദേശം എന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോകില്ല. ഉമ്മൻചാണ്ടിയെ വേട്ടയാടാവുന്നതിന്റെ പരമാവധി ഇവർ വേട്ടയാടിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി തന്നെ പുതുപ്പള്ളിയിൽ ഒരു ചടങ്ങിൽ ഉമ്മൻചാണ്ടി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എനിക്കത് എന്നെ നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, കാലം എത്ര കഴിഞ്ഞാലും അത് തെളിയിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും, ഞാൻ സത്യവാനായിരുന്നു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. കോടതി വിധികളെല്ലാം ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ട്. അതുപോലെ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്, എന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു കാര്യം കൂടിയുണ്ട്, കാലം തെളിയിച്ചു ഉമ്മൻചാണ്ടി സത്യസന്ധനായിരുന്നു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്കുകൾ ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു. ഇപ്പൊ ഇതിലിപ്പോ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഇ.ഡിയുടെ അന്വേഷണം എന്നിലേക്ക് എത്തും എന്നൊക്കെ ഉള്ളത് മാധ്യമ സൃഷ്ടിയാണ്. പിന്നെ മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കുന്നുണ്ട്, ഓരോ ദിവസം ഓരോന്നാണ്. എനിക്കിതേരെ തന്നെ എത്ര വാർത്ത ഉണ്ടാക്കി എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങളോട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്, P.K. ശ്രീമതിക്കെതിരെ വ്യാജ വാർത്ത ഉണ്ടാക്കിയ ഇത് നിങ്ങൾ കണ്ടതല്ലേ, അത് മാധ്യമങ്ങളല്ലേ ഉണ്ടാക്കുന്നത്, അതുപോലെയാണ് ഇതും എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾ വ്യാജ വാർത്ത ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാവശ്യം. ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ നൽകിയ പാർട്ടിയുടെ പേര് CPM എന്നാണ്. കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടത് മാധ്യമങ്ങളായിരുന്നില്ലല്ലോ, കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടത്. അപ്പോ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പ്രചാരണം നടത്താൻ പറ്റും, അത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രചാരണം നടത്തിയ പാർട്ടിയാണ് CPM. അപ്പൊ തങ്ങൾക്ക് നേരെ വരുമ്പോൾ അല്ലെങ്കിൽ തനിക്കും തന്റെ കുടുംബത്തിനും തങ്ങളുടെ പാർട്ടിക്കും വരുമ്പോൾ അവിടെ വേദന ഉണ്ടാകും. മറുപക്ഷത്തുണ്ടായിരുന്നവർ മനുഷ്യരാണ് എന്നുള്ളൊരു പരിഗണന പോലും ഇവരാരും നൽകിയിട്ടില്ല. അപ്പൊ സ്വന്തം പാർട്ടിക്ക് അകത്ത് വരുമ്പോൾ മാത്രമാണ് ഇത് എന്നിലേക്ക് മാധ്യമങ്ങൾ തിരിച്ചുവിടുന്നു. മാധ്യമങ്ങൾക്ക് പിണറായി വിജയനിലേക്കും തിരിച്ചുവിടേണ്ട കാര്യമില്ല, വി.ഡി. സതീശനിലേക്കും തിരിച്ചുവിടേണ്ട കാര്യമില്ല. വീണ വിജയൻ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവർ ചെയ്ത സേവനത്തിന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് എന്താണ് പ്രശ്നം? അല്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു മൊഴി പുറത്തു വരുന്നുണ്ടല്ലോ കർത്തയുടെ, അതായത് CMRLന്റെ MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ മൊഴി തന്നെ പുറത്തു വരുന്നു. പിണറായി വിജയന് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ പിണറായി വിജയന്
മകളായതുകൊണ്ടാണ് പണം പക്ഷെ നൽകിയെന്നുള്ളത്. പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നത് അത് മാധ്യമ സൃഷ്ടിയാണ്, അത് മാധ്യമങ്ങൾ പറയുന്നതാണ്, കർത്ത അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇനി നമുക്കറിയാം ED എന്ന് പറയുന്നത് നമുക്ക് അത്ര വിശ്വസനീയമായിട്ടുള്ള ഒരു കേന്ദ്ര ഏജൻസി അല്ല. പലപ്പോഴും രാഷ്ട്രീയമായി പല ആളുകളോടും പക പോക്കാൻ വേണ്ടി ED ഉപയോഗിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഇതിന് ആദ്യമായിട്ടല്ല, അല്ലെങ്കിൽ കേരളത്തിൽ ഇതിനു മുമ്പും പല വിഷയങ്ങൾ, അതും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്തും പല വിഷയങ്ങളിൽ ED കേരളത്തിലേക്ക് വരികയും ആ കേസ് എവിടെ എത്താതെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി മറിച്ചൊരു വശം കൂടിയുണ്ട്. ഈ കേസ് EDക്ക് വേണമെങ്കിൽ പകുതി വഴിയിൽ ഉപേക്ഷിക്കാം, തെളിവുകൾ കിട്ടിയില്ലെന്ന് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഇവർക്ക് അധികാരത്തിലില്ലാത്ത പിണറായി വിജയനാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇപ്പോൾ അധികാരത്തിലില്ല, പ്രതിപക്ഷ നേതാവാണ്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ 3 സീറ്റ് BJPക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് CPM ആണ്. അതിപ്പോ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പല വിഷയങ്ങളുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു അന്തർധാര ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മുൻപ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ VD സതീശൻ അടക്കമുള്ളവർ പറഞ്ഞ പോലെ ഒരു അന്തർധാര ഉണ്ട് എങ്കിൽ, ഈ BJPയുമായി ഒരു ധാരണ ഉണ്ട് എങ്കിൽ അതിപ്പോ തെളിയിക്കാം. കാര്യം ED കേസ് ഉപേക്ഷിച്ചാൽ മതിയല്ലോ. പിന്നെ ഈ EDയുടെ കേസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ EDയുടെ എത്രത്തോളം കേസുകൾ കൊണ്ടുപോകും, ഏതൊക്കെ കാര്യത്തിൽ ഇതുവരെ നടന്ന ED അന്വേഷണങ്ങളൊക്കെ എന്തായി എന്നുള്ള കാര്യം കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ആലോചിക്കേണ്ടതാണ്. കാരണം ഇതുവരെ ED പലരെയും ചോദ്യം ചെയ്തു, പല നേതാക്കളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്, പലരെയും ജയിലിലിട്ടു, ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇത് അതൊക്കെ പിന്നെ വെള്ളത്തിൽ വരച്ച പോലെ മായിഞ്ഞു പോയതാണ് ഉണ്ടായത്. പക്ഷെ അതേപോലെ തന്നെ ഇതും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ഒന്ന് ഉറ്റുനോക്കുന്നത്. ഇനിയിപ്പോ സ്വാഭാവികം അതിനൊരു സാധ്യത ഉണ്ടല്ലോ. കാരണം ഇപ്പോഴാണ് പിണറായി വിജയനിലേക്ക് ഡയറക്റ്റ് എത്തിയിരിക്കുന്നത്. അല്ല, ആദ്യം വരെ ഒരു സംശയം മാത്രമായിരുന്നു, വീണ വിജയൻ എന്തെങ്കിലും സേവനം ചെയ്തതിന്റെ പണമാണെങ്കിൽ ആ വിഷയം അവിടെ കഴിഞ്ഞു. പക്ഷെ അവിടെ സേവനമല്ല, പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്കാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇത് എന്തായാലും പിണറായി വിജയനിലേക്ക് എത്തും, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ 2 രീതിയിലാണ്. ഒന്ന്, BJP നേതാക്കളെ കണ്ട് കരഞ്ഞ് കാല് പിടിച്ചാൽ പിണറായി വിജയൻ ഈ വിഷയത്തിൽ നിന്ന് ഊരിപ്പോകാം, എന്തെങ്കിലുമൊക്കെ ധാരണ ഉണ്ടാക്കിയാലും പിണറായി വിജയൻ ഇതിൽ നിന്ന് ഊരിപ്പോകാം, ED കേസ് ഉപേക്ഷിച്ചു പോകും. അതല്ല, ഒരു വെല്ലുവിളിക്ക് പിണറായി വിജയൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വെല്ലുവിളിക്ക് തയ്യാറാകണമെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. പിണറായി വിജയൻ പിണറായി വിജയൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ മാത്രമായിരിക്കില്ല, പാർട്ടി മൊത്തത്തിൽ തകരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ പിണറായി വിജയൻ വിചാരിക്കും ഞാൻ മാത്രമല്ലല്ലോ, പോകുമ്പോ എല്ലാവരും ഒലിച്ചു പോകുമല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ പിടിക്കാതിരിക്കും. അല്ലാതെ ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യം പിണറായി വിജയനെതിരായ വലിയ ഒരു വികാരം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് MLA പോലും ആകാൻ യോഗ്യനല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ED കേസുമായി മുന്നോട്ട് പോവുകയും പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയും, അറസ്റ്റിലേക്കൊന്നും ഞാൻ പറയുന്നില്ല, പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നതിന്റെ പേരിലാണ് മകൾ വീണ വിജയന് പണം നൽകിയതെന്ന് തെളിയിക്കപ്പെട്ടാൽ പിന്നെ അദ്ദേഹം പിന്നെ ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയില്ല. എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, വേറൊരു കാര്യം പറയുന്നത്, ED ചോദ്യം ചെയ്യാൻ വന്നാൽ അന്ന് ഒരു ദിവസം വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് പിണറായി വിജയന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ഇവിടെ എന്തൊക്കെ പുകിലാണ് നടന്നെന്നുള്ളത് ഡയറക്റ്റ് പിണറായി വിജയനെ തന്നെ ചോദ്യം ചെയ്യുക എന്നുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്താവും? അല്ല, ഞാനത് അതിൽ വിശ്വസിക്കുന്നില്ല. കാര്യം ഇനിയും സഖാക്കളും അണികളും മണ്ടന്മാരാകാൻ ചെല്ലുന്നു. കാര്യം 25 പേരോളം ഇപ്പോഴാ കേസിൽ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇവരെ എത്ര തവണ പിണറായി വിജയൻ പോയി കണ്ടു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. MV ഗോവിന്ദൻ എത്ര പ്രാവശ്യം ഇവരെ പോയി കണ്ടു എന്ന് ആലോചിക്കണം. ഇവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്തു എന്ന് ആലോചിക്കണം. അവർ ജാമ്യത്തിൽ ഇറക്കാൻ പോലും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എല്ലാം ഇത്രയും വലിയ വിവാദം ഉണ്ടായി അന്ന് രാഷ്ട്രീയമായതിനെ ഉപയോഗിക്കാമെന്ന്, അത് പിണറായി വിജയന്റെ ബുദ്ധിയാണെങ്കിലും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ സംഘർഷത്തിലേക്ക് എത്തിച്ചതാരാണ്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇത് സംഘർഷമാകുന്നു, അല്ലെങ്കിൽ അത് കേസിലേക്ക് എത്തുന്നു, ED ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തുന്നു, ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതിനു ശേഷം പിണറായി വിജയൻ പറഞ്ഞെന്താണ്, എന്നെ ചോദ്യം ചെയ്തിട്ടില്ല, എന്റെ മകൾ വീണ. അപ്പൊ വീണയ്ക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. അപ്പൊ ഇനി പിണറായി വിജയന് വേണ്ടി ആരും ഇറങ്ങുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അവർക്ക് മനസ്സിലായി, 25 പേർ അകത്ത് കിടക്കുമ്പോൾ അറിയാലോ EDക്കെതിരെ കളിച്ചാൽ ആരും രക്ഷപ്പെടില്ലെന്ന്. പക്ഷെ അതിലേക്കൊന്നും ഇത് പോകാൻ പോകുന്നില്ല. വീണ്ടും കേസ് ഒരു മന്ദഗതിയിലോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ BJPയുമായി ഒരു ധാരണ ഉണ്ടാക്കി കേസ് തന്നെ തേച്ചു മായ്ച്ചു കളയും.